കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ അവഹേളിച്ചത് വിവാദമായതിന് പിന്നാലെ നിലപാട് തിരുത്തി എം മണി MLA. സാബുവിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് എം മണി പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നുമാണ് മണി പറഞ്ഞത്. VR സജിക്ക് തെറ്റുപറ്റിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും എം മണി ന്യായീകരിച്ചു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. തെറ്റ് ആരെഴുതിയാലും നിങ്ങൾ ആണല്ലോ ആളുകൾ. അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും ഉണ്ട്. അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അയാൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു, അഥവാ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് അടക്കം നോക്കേണ്ടതാണ് നിയമത്തിൻ്റെ മുമ്പിൽ. വേണ്ടേ? സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു എം മണി നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്നെല്ലാമുള്ള കാര്യം അദ്ദേഹം വല്ല ചികിത്സയും ചെയ്തിരുന്നോ? ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായവത. ആ ആത്മഹത്യ ചെയ്ത സഹോദരൻ്റെ കുടുംബത്തോട് ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോ VR സജിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. അതേസമയം കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി സാബുവിന്റെ നിക്ഷേപ തുക തിരികെ നൽകി. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ വിവാദമായതിന് പിന്നാലെയാണ് സാബുവിനെതിരെയുള്ള പരാമർശം എം മണി തിരുത്തുന്നത്. ഒപ്പം ഈ തുക, നിക്ഷേപ തുക പൂർണ്ണമായും കുടുംബത്തിന് നൽകിയോ ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റി? സുരേന്ദ്രൻ, തീർച്ചയായിട്ടും ഈ ഒരു പ്രസംഗം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് എം മണി ആദ്യം പറഞ്ഞ വാക്കുകളെ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മനോനില പരിശോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ അത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു താൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരം ഒരു പരാമർശം താൻ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പറയുമ്പോൾ പോലും ഒപ്പം തന്നെ VR സജിയെ വീണ്ടും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. VR സജിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നാണ് എം മണി പറയുന്നത്. അതുകൊണ്ട് തന്നെ VR സജിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് VR സജിയെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് നൽകാനുണ്ടായിരുന്ന തുക പൂർണ്ണമായിട്ടും ഇന്നലെ കൈമാറിയിട്ടുണ്ട്. 14,59,944 രൂപയാണ് പലിശയടക്കം ഈ സാബുവിന്റെ കുടുംബത്തിന് തിരികെ നൽകാനുണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും തിരികെ നൽകുന്ന ഒരു സാഹചര്യമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. താൽക്കാലിക സെക്രട്ടറിയുടെ ചുമതലയുള്ളയാളും ബോർഡ് മെമ്പർമാരും നേരിട്ടെത്തിയായിരുന്നു തുക കൈമാറിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനൊക്കെ ശേഷമാണ് എം മണിയുടെ വിവാദമായിട്ടുള്ള പരാമർശം ഉണ്ടാവുകയും അതിന് ഇപ്പോൾ ഒരു ന്യായീകരണം ഇല്ലെങ്കിൽ തിരുത്തൽ വരുത്തിക്കൊണ്ട് എം മണി വീണ്ടും രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ സാബുവിന്റെ അമ്മ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ അമ്മയടക്കമുള്ള ആളുകളുടെ ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു സാബു ഈ പണം ആവശ്യപ്പെട്ട് എത്തിയത്. 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് തിരികെ നൽകിയില്ല എന്നുള്ള ഒരു ആരോപണമായിരുന്നു സാബുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആത്മഹത്യയിലേക്ക് നയിച്ചു. പിന്നീട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ മോശം പെരുമാറ്റമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത്. അതിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ VR സജിയുടെ ഫോൺ സംഭാഷണം അത് ഏറെ വിവാദമായിരുന്നു. അതിൽ തല്ല് വാങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള ഭീഷണി സന്ദേശമുണ്ടായിരുന്നു. അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് VR സജിയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടെടുത്ത് ഇപ്പോൾ എം മണി വീണ്ടും ഈ ഒരു വിവാദ പ്രസ്താവനയെ തള്ളിപ്പറയുമ്പോൾ പോലും VR സജിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ.